ഹായ് ഹലോ വെൽക്കം ടു എസ് ടി വ്ളോഗ്സ്. എല്ലാവർക്കും എസ് ടി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കിന്നൊരു ആഗ്രഹമുണ്ട്, അതായത് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും പച്ചമുളകൊക്കെ ഒന്ന് ഉപ്പിലിട്ട് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളവും ഉപ്പും ഒക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഈ 3 ഐറ്റംസ് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നെ കാണിക്കാമേ. ശേഷം നമ്മുടെ കോവയ്ക്കയും പച്ചമുളകും സവാളയൊക്കെ ഇട്ട ഒരു മെഴുക്ക് പുരട്ടി ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ കടുകും എണ്ണയൊക്കെ ഇട്ട് അതൊന്ന് താളിച്ച് വെച്ചേ. കൂടെ പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട്, മീൻസ് പാവയ്ക്ക ഫ്രൈ. അപ്പോൾ ഫസ്റ്റ് ബാച്ചാണ് ഈ ഇരിക്കുന്നത്. സെക്കൻഡ് ബാച്ചാണ് ഞാനിപ്പോൾ ഈ ഇടുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ സവാളയും കൂടി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ പല ജോലികളും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും ഗരം മസാലയും കുരുമുളകൊക്കെ ഇട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചു. ഇതാണ് നമ്മുടെ കൊഞ്ചേട്ട. ഇതിന് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അതെല്ലാം കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് വന്നു. ഫ്രൈക്ക് വേണ്ടിയിട്ടും കറിക്ക് വേണ്ടിയിട്ടും എല്ലാം മാറ്റി വെച്ചേ. അപ്പോൾ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഈ നടത്തുന്നത്. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചതച്ചതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഞാൻ മാരിനേഷൻ ചെയ്ത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചേ. ശേഷം നമ്മുടെ കൊഞ്ച് കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് ഞാൻ ഈ ചട്ടിലോട്ട് ഇട്ടേക്കുന്നത്. ഇന്നൊരാഗ്രഹം ഒന്ന് ചട്ടിയിലുണ്ടാക്കി കഴിക്കണം. സാധാരണ ഞാൻ പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നൊന്ന് വിചാരിച്ചു ഇതിലൊന്നാകട്ടെ എന്ന്. അങ്ങനെ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ ഒരു ഐറ്റം ഒന്ന് നന്നായിട്ട് വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുറച്ച് മുമ്പ് മാരിനേഷൻ ചെയ്ത കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൊടികളും എല്ലാം ഇട്ട് നമ്മുടെ കൊഞ്ച് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം ഞാൻ കൊഞ്ചൊക്കെ ഒന്ന് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, തേങ്ങയുടെ 1/4 പാലെടുത്ത് ഒഴിക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, 1/4 പാൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക് മെഴുക്ക് പുരട്ടി, കൊണ്ടാട്ടം എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് ഊണ് കഴിച്ച്. അപ്പം നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.